പാലായിൽ നിന്നും തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി. സന്തോഷ് പുളിക്കൻ. സിവിൽ സ്റ്റേഷൻ സമീപത്തെ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളി കൂടിയാണ് ഇദ്ദേഹം. ലോക്സഭ, നിയമസഭ, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ 8ഓളം തവണ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. 2 തവണ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചു. പ്രമുഖ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ചതാണ്. നാട്ടിലെ സാധാരണക്കാർക്കായി നിലകൊള്ളാൻ അവരിൽ നിന്നും ഒരാളെ ജനം സ്വീകരിക്കുമോ എന്നറിയാനാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതെന്നാണ് സന്തോഷ് പുളിക്കൻ പറയുന്നത്. തോൽവി ഇവിടെ പ്രശ്നമല്ല. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥികളിൽ 1-ാം സ്ഥാനം, അതായത് 13 സ്ഥാനാർത്ഥികളെ പിന്തള്ളിക്കൊണ്ടാണ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഒരു പക്ഷേ അതിനെന്താണ് ഇതിനകത്ത് പ്രധാനം? അപ്പം പ്രിയങ്ക ഗാന്ധി ഒരു റിസർച്ച് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്, ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട, അതും കന്നി അംഗമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ ലെവലിൽ 4-ാം സ്ഥാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വിജയസാധ്യത ഉറപ്പില്ലെങ്കിൽ പോലും ഇത്തരം പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള പ്രേരണ എന്താണ്? ഇവിടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന പട്ടിണി പാവങ്ങളുടെ ഇടയിൽ നിന്ന്, സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എന്തുകൊണ്ടൊരു നേതാവിനെ വളർത്തിയെടുത്തൊരു MLA, അതായത് കേരള നിയമസഭയിലേക്ക് അയക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു ആശയം ഞാൻ ജനങ്ങളിലേക്ക് അറിയിക്കുന്നതിനോട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മത്സരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാല.